ഹലോ സുഹൃത്തുക്കളെ, ഏവർക്കും മറുപുറത്തിലേക്ക് സ്വാഗതം. എന്താണ് മറുപുറം, അല്ലെങ്കിൽ എന്താണ് മറുപുറം എന്ന മാധ്യമത്തിൽ കൂടി നാം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഓൺ ആൻ ആവറേജ് എവറി ഡേ ഓൺ സോഷ്യൽ മീഡിയ നമ്മൾ നൂറുകണക്കിന് വിഷയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവയിൽ തന്നെ ഏതാണ്ട് 70-80% കാര്യങ്ങളും അടിസ്ഥാനരഹിതവും യുക്തിരാഹിത്യവും കലർന്നതുമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്, നമ്മൾ കാണുന്ന 4 ന്യൂസുകളിൽ ഏതാണ്ട് 3 കാര്യങ്ങളും നമ്മളെ മണ്ടന്മാരാക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അടിസ്ഥാനപരവും യുക്തിഭദ്രവുമായ കാര്യങ്ങളും വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മറുപുറം ഈ ചെറിയ യാത്ര ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും ആശംസകളും കൂടെ ഉണ്ടാകുമല്ലോ, അല്ലേ? സ്പോർട്സ്, ആനുകാലിക വിഷയങ്ങൾ, സിനിമ, പൊളിറ്റിക്സ് എന്നീ ഏത് കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കുവാനും സംവദിക്കുവാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് മറുപുറം എന്ന ഈ ചെറിയ ആശയത്തിലൂടെ നാം ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും എന്നോടൊപ്പം സംവദിക്കാം, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു യാത്ര നമുക്ക് മുന്നോട്ട് ഹെൽത്തിയായൊരു സംസാരത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ നാടിനെ കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത പോലെ, ചൈന കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുമ്പോൾ നമ്മൾക്ക് ഏവർക്കും തന്നെ ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനകരമായ ഒരു കാര്യമാണിത്. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? ഇതൊരു പ്രഹസന പ്രക്രിയ മാത്രമാണോ, അതോ സത്യസന്ധമായ കാര്യമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കേരളത്തിൽ തന്നെ പല കോണുകളിൽ നിന്നും, വിദഗ്ധരുടെ ഭാഗത്തു നിന്നും, ഒപ്പോസിഷൻ പാർട്ടികളുടെ ഭാഗത്തു നിന്നും, മീഡിയകളുടെ ഭാഗത്തു നിന്നും വളരെയധികം വിമർശനങ്ങളും വളരെയധികം ഒച്ചപ്പാടുകളുമാണ് ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പലരും സർക്കാരിനെ വിമർശിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം ശരിക്ക് പോസിബിളല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ശരിക്ക് നടന്നിട്ടില്ല. ശരി, നമുക്ക് നോക്കാം എന്താണ് നിലവിലത്തെ സാഹചര്യം, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ കണക്കുകൾ, അല്ലെങ്കിൽ എന്താണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതി ആയോഗിൻ്റെ 2023-24 റിപ്പോർട്ട് പ്രകാരം കേരളമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം. 0.55% അതിദരിദ്രരെ മാത്രമാണ് കേരളത്തിൽ നീതി ആയോഗ് അതിദരിദ്രരായി കണക്കാക്കിയിട്ടുള്ളത്. അതായത്, നമ്മൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാടുകളിലുള്ള ഏവർക്കും തന്നെ മനസ്സിലാകാൻ പറ്റുന്നൊരു കാര്യമാണ്, സാമൂഹികപരമായും സാമ്പത്തികപരമായും മറ്റുള്ള ഏത് നാടുകളെ വെച്ച് നോക്കുവാണെങ്കിലും കേരളം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം തന്നെയാണ്. എങ്കിലും മറ്റുള്ളവർ, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡർ ശ്രീ വി ഡി സതീശൻ പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ ഉദ്ധരിക്കുന്നത് പോലെയോ നമുക്കുമുണ്ടാകാം ഒരു സംശയം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് 5.5 ലക്ഷം ദരിദ്രർ, അല്ലെങ്കിൽ പൂറസ്റ്റ്, മഞ്ഞക്കാർഡും പിങ്ക് കാർഡുമുള്ള മനുഷ്യർ ഇപ്പോഴും നിവസിക്കുന്നൊരു കേരളത്തിനെയാണ് നാം അതിദരിദ്രർ ഇല്ലാത്തൊരു നാട് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇതൊരിക്കലും കറക്റ്റല്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും കൃത്യമായ ഒരു കാര്യമല്ല എന്നുള്ളത്? നമുക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. അതായത്, മാധ്യമങ്ങളോ മറ്റുള്ളവരോ നിങ്ങളോട് പറയാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അതായത്, ഈ ഒരു കാര്യം നമ്മുടെ സർക്കാർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു കാര്യം നിശ്ചയമായും നമ്മൾക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്നൊരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ, എന്താണ് അതിദരിദ്രർ എന്ന വിഭാഗത്തിൽ സർക്കാർ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാര്യം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന്,
നമുക്കറിയാം ഏതാണ്ട് 5 ലക്ഷം പേരുകളുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉപയോഗിക്കുന്ന മനുഷ്യർ. പക്ഷേ അവർക്കെല്ലാവർക്കും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളോ സർക്കാർ വെൽഫെയർ സ്കീമുകളുടെ ആനുകൂല്യങ്ങളോ ലഭിക്കുന്ന ആൾക്കാരാണ്. ഒന്നെങ്കിൽ പെൻഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റേഷനോ ഹെൽത്ത് കാര്യങ്ങളിലായാലും വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ഇവരെല്ലാവരും തന്നെ സമൂഹത്തിൽ നിന്ന് അല്ലെ സർക്കാരിൽ നിന്ന് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നേടുന്ന ആൾക്കാർ തന്നെയാണ്. അതായത് ഇവരെല്ലാം സമൂഹത്തിൽ തന്നെ വിസിബിളായിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമുക്കേവർക്കും അറിയാം, മറ്റുള്ള നാടുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരമുണ്ടാക്കാൻ സർക്കാരെന്നല്ല എല്ലാവരും തന്നെ പാർട്ടി ഭേദമന്യേ മതഭേദമന്യേ എല്ലാവരും ശ്രമിക്കുന്ന ഒരു നല്ലൊരു കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, സർക്കാർ എന്താണ് പറയുന്നത്. ഈ ഒരു പട്ടികയിലും പെടാത്ത, അതായത് ഒരു ഐഡൻറ്റിറ്റി കാർഡുകളും ഇല്ലാത്ത കുറച്ചധികം ആൾക്കാരെക്കുറിച്ചാണ് സർക്കാർ ഇവിടെ സംസാരിച്ചത്. അതായത് ഒരു ആധാർ കാർഡ് പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാതെ ഒരു തരത്തിലും ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത മനുഷ്യർ, അങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ പഞ്ചായത്തുകളിൽ നമ്മളൊക്കെ ഒരു പക്ഷേ വളരെ പാവപ്പെട്ട മനുഷ്യരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പിങ്ക് കാർഡോ യെല്ലോ കാർഡോ ഉള്ള ഒരാളുകളാണെങ്കിൽ പോലും നമ്മുടെ അടുത്തേക്ക് അവിടെ മെമ്പറോ അല്ലെങ്കിൽ DYFIക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ എല്ലാം ആളുകൾ എത്തുകയും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം ഓടിയെത്താനും സഹായിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ അവരുടെ കാര്യങ്ങളോ മനസ്സിലാകപ്പെടാതെ പോകുന്ന ആളുകളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതായത് ഒരു ഫാമിലി ഒരു സിംഗിൾ ബ്രെഡ് വിന്നർ പോലും ഇല്ലാതെ കഴിയുന്ന വളരെയധികം കുടുംബങ്ങൾ, വളരെയധികം ആൾക്കാർ. അത്തരം ആളുകളെക്കുറിച്ചാണ് സർക്കാർ ചിന്തിക്കുന്നതും അത്തരം ആളുകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിച്ചതും. അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കേവർക്കും നല്ലപോലെ അറിയാം. കുടുംബശ്രീയുടെയും ആശാ വർക്കേഴ്സിൻ്റെയും അംഗനവാടി ജീവനക്കാരുടെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടി ഏതാണ്ട് 4 വർഷത്തോളം നീണ്ട ബൃഹത്തായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനും അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി അവർക്ക് അനുയോജ്യമായ സഹായങ്ങൾ നൽകുവാനും സർക്കാരും നമ്മുടെ നാടും ശ്രമിച്ചിട്ടുള്ളത്. അതുവഴി വളരെയധികം ആൾക്കാരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുവാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായും നമുക്ക് പറയാം, ഇത് നമുക്ക് ഏവർക്കും അഭിമാനകരമായൊരു നേട്ടമാണ്. കാരണം മറ്റു പല സ്ഥലത്തും ഇന്ന് അവിടെ ദരിദ്രർ എന്നത് പോട്ടെ, അവിടെയുള്ള ജനങ്ങൾ ആരാണെന്ന് പോലും മറ്റു പലരും ചിന്തിക്കാതിരിക്കുന്ന ഒരു കാലത്താണ്. അല്ലെങ്കിൽ ജനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പോലും മറ്റു പല ഭരണാധികാരികളും ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ നാട് ഇങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നത്. ഇതിന് അപവാദങ്ങളുണ്ടാകാം ഉറപ്പായും. ഇന്നലെ ഞാൻ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ്, ഒരു കുടുംബം അവർ വാടക നൽകാൻ കഴിയാതെ ഓട്ടോയിൽ അന്തിയുറങ്ങുന്നു. അവർക്ക് 2 കുട്ടികളും അമ്മയും അവരെല്ലാം വാടക നൽകാൻ കഴിയാതെ 3-4 ദിവസമായി ഓട്ടോയിൽ അന്തിയുറങ്ങുന്നു. പക്ഷേ അവരോട് റിപ്പോർട്ടർ ചാനലിൽ നിന്നുള്ള മീഡിയ വിഭാഗം അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ആരോ ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ നാം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അവരുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല, പക്ഷേ അവിടെ സ്കൂളിൽ നിന്ന് അവരെ വിളിക്കുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരണമെന്നുള്ളത്. നമുക്ക് ഇതിനേക്കാൾ ഉപരിയായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ടർ പോലെ ഒരു ചാനൽ അവരിലേക്ക് എത്താനും അവരുടെ പ്രശ്നങ്ങൾ കാണാനും അത് പരിഹരിക്കാനും മുന്നോട്ട് വന്നു എന്നുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ്. ഏതൊരു മനുഷ്യനും അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു നിസ്സഹായരാണ് എന്ന് കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി മുന്നേക്ക് വരുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുന്നു. ഇതാണ് നാം
അതിദാരിദ്ര്യം ഇല്ലാത്തൊരു നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സഹായങ്ങൾ കിട്ടാത്ത ആൾക്കാരെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ സർക്കാർ ശ്രമിച്ചതെന്നുള്ളത് തികച്ചും അഭിനന്ദാർഹവും തികച്ചും അഭിമാനകരവുമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളോ? എൻ്റെ ചിന്തയിൽ ഉറപ്പായും എനിക്ക് തോന്നുന്നത് ഇതിൽ നമ്മൾ ഒരു മലയാളി എന്ന നിലയിൽ ഏവരും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനുപരി അതിദാരിദ്ര്യം ഇല്ലാതായോ അതോ ഇങ്ങനെയുള്ള ആളുകൾ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അതിദാരിദ്ര്യം എന്നുള്ളത് ഏത് സമയത്തും ഏത് നേരത്തും വീണ്ടും കടന്നു വരാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു സമയത്താണ് സർക്കാരിൻ്റെ നിലപാടുകൾ കൂടുതൽ ആർജവമുള്ളതും കൂടുതൽ തെളിച്ചമുള്ളതുമാകുന്നത്. സർക്കാർ പറയുന്നത് എന്താണ്? അവർ ഒരിക്കലും പറയുന്നില്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ കേരളത്തിൽ നിന്നും പൂർണ്ണമായി അവർ അതിദരിദ്രരായ മനുഷ്യരെ മാറ്റി അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ഉദ്ധരിച്ചു എന്നുള്ളത്. അവരെന്താണ് പറയുന്നത്? ഉണ്ടാകാം, അതിലെല്ലാം മാനുഷികമായ കാര്യങ്ങളാണ്, മനുഷ്യർ ചെയ്ത കാര്യങ്ങളാണ്. ഇനിയും ആരുടെയും കണ്ണിൽപ്പെടാത്ത മനുഷ്യരുണ്ടാകാം, ഇനിയും സഹായങ്ങൾ ആവശ്യമുള്ള മനുഷ്യരുണ്ടാകാം, ഇനിയും നമ്മളുടെ ഏവരുടെയും സപ്പോർട്ട് ആവശ്യമായുള്ള മനുഷ്യരുണ്ടാകാം. അതിന് അവയെ നാം ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുവരേണ്ടതും സർക്കാരിൻ്റെ മുന്നിലോ അതോറിറ്റികളുടെ മുന്നിലേക്കോ എത്തിക്കേണ്ടതോ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ, ഉത്തരവാദിത്തമുള്ളൊരു പൗരൻ എന്ന നിലയിൽ, ഒരു നല്ല മലയാളി എന്ന നിലയിൽ, അന്തസ്സുള്ള മലയാളി എന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ട അതാണ്. അങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഉറപ്പായും നമ്മുടെ സർക്കാർ നമ്മുടെ കൂടെ നിൽക്കും, അവരുടെ ഒപ്പം നിൽക്കും, അവരെ സഹായിക്കും എന്ന് തന്നെയാണ് ഒരു അഭിമാനമുള്ള മലയാളിയായി എനിക്ക് തോന്നുന്നത്. വീണ്ടും കൂടുതൽ ഇത്തരം വീഡിയോകളും ആശയങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.